മരുഭൂമിയും ഇത്രയ്ക്ക് മനോഹരമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് ദുബായ് പോയപ്പോഴാണ്. ദുബായ് എന്തുകൊണ്ടാണ് ഇത്രയും ഇന്റർനാഷണൽ ടൂറിസ്റ്റിന്റെ ഫേവറേറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയത് എന്നത് അവിടുത്തെ ഓരോ പ്ലേസും അട്രാക്ഷൻസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഫസ്റ്റ് ഡേ ഞങ്ങൾ ദുബായ് മിറാക്കിൾ ഗാർഡൻ ആൻഡ് ഗ്ലോബൽ വില്ലേജ് ആണ് എക്സ്പ്ലോർ ചെയ്തത്. പല നിറത്തിലുള്ള പൂക്കളാൽ പല രൂപങ്ങളും പല ഡിസൈൻസും ഉണ്ടാക്കിയ അതിമനോഹരമായ ഒരു ഗാർഡൻ. മിനിമം 2-3 hours നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ഈ ഹോഴ്സ്, ബാർബീസ്, എമിറേറ്റ് ഫ്ലൈറ്റ് മോഡൽസ് എല്ലാം അതിൽ ചിലത് മാത്രം. അവിടുന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചതിന് ശേഷം നേരെ പോയത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. 190-ലധികം രാജ്യങ്ങളുടെ പവലിയനോട് കൂടിയ ഒരു ഷോപ്പിംഗ് മാമാങ്കം. എല്ലാവർക്കും ഇത്രയും രാജ്യങ്ങൾ ഒരായുസ്സിൽ കാണാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും രാജ്യങ്ങളുടെ കൾച്ചറും ഫുഡും സ്പെഷ്യാലിറ്റീസും എല്ലാം ഒരു കുടക്കീഴിൽ അറിയാനും ആസ്വദിക്കാനും പറ്റിയ ഒരു അവസരമാണ് ഗ്ലോബൽ വില്ലേജ്. ഈ ആംബിയൻസിൽ ആ സൺസെറ്റ് വ്യൂ കാണാൻ അതിമനോഹരമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2-3 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്ലോബൽ വില്ലേജ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അറബ് ഡിഷായ ലുഖൈമത്ത് ടേസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ നേരത്തെ ഡിസൈഡ് ചെയ്തിരുന്നു. ഞങ്ങളും ലുഖൈമത്ത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ½ an hour ക്യൂ നിന്നത് വെറുതെ ആയില്ല എന്ന് മനസ്സിലായത്. ഇന്ത്യ, റഷ്യ, ചൈന, യമൻ, ആഫ്രിക്ക, ഇറാഖ് അങ്ങനെ കുറേ പവിലിയൻസ് ഞങ്ങൾ കണ്ടു. ഫുഡും ഷോപ്പിങ്ങും ഒരല്പം കോസ്റ്റ്ലിയാണ്. ഡിന്നർ ഇവിടുന്ന് തന്നെ കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയത്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ സിറ്റി ടൂറാണ് പ്ലാൻ ചെയ്തത്. മെയിൻ അട്രാക്ഷൻസ് ആയ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ, ഓൾഡ് ദുബായ് ആൻഡ് ന്യൂ ദുബായിയെ വേർതിരിക്കുന്ന ദുബായ് ഫ്രെയിം, ഫേമസ് 7-star ഹോട്ടലായ ബുർജ് അൽ അറബും അതിനോട് ചേർന്നുള്ള ബീച്ചുമാണ് ഞങ്ങൾ അന്ന് എക്സ്പ്ലോർ ചെയ്തത്. അതിനുശേഷം ദ ഫേമസ് ബുർജ് ഖലീഫയിലേക്ക് ഞങ്ങൾ വെച്ചുപിടിച്ചു. ദുബായ് മാളിനോട് ചേർന്നാണ് ബുർജ് ഖലീഫ. അതുകൊണ്ട് തന്നെ ദുബായ് മാൾ കണ്ട് അവിടുത്തെ അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂവും കണ്ടിട്ടാണ് ഞങ്ങൾ ബുർജ് ഖലീഫയിലേക്ക് എത്തിയത്. ദുബായ് അക്വേറിയം വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻഡോർ അക്വേറിയംസ് ഇൻ ദ വേൾഡ് ആണ്. 33,000-ലധികം അക്വാട്ടിക് ആനിമൽസ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഹെഡ് ഔട്ട് എന്ന ആപ്പിലൂടെയാണ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തത്. കോംബോ ടിക്കറ്റ്സ് ഒക്കെ ഇവിടെ നല്ല ഓഫറിൽ തന്നെ കിട്ടും. ഈവനിങ് 6 PM ശേഷം ഫൗണ്ടൻ ആൻഡ് ലൈറ്റ് ഷോ ഇവിടെ ഉണ്ട്. ഞങ്ങൾ അതും എൻജോയ് ചെയ്തു. ബുർജ് ഖലീഫയുടെ 124th ഫ്ലോറിന്റെ ടിക്കറ്റ്സ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 7:30 ടിക്കറ്റ് ആയതുകൊണ്ട് ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് സിറ്റിയുടെ വ്യൂ കാണാൻ നല്ല രസമായിരുന്നു. ബുർജ് ഖലീഫയുടെ മുന്നിൽ തന്നെയാണ് ഈ ഫൗണ്ടൻ ഷോ നടക്കുന്നത്. ഫൗണ്ടൻ ഷോ കണ്ടതിന് ശേഷം സിറ്റി വ്യൂ കാണാൻ വേണ്ടിയിട്ട് ബുർജ് ഖലീഫയുടെ 124th ഫ്ലോറിലേക്ക് ഞങ്ങൾ പോയി. അതിനുശേഷം മാളിലൊന്ന് കറങ്ങിയപ്പോൾ അവിടെ ഒരു കഫേയിൽ ഒരു ഫണ്ണി ഗെയിം നടക്കുന്നുണ്ടായിരുന്നു. ഷോപ്പ് കീപ്പറായ ബറീസ്റ്റയെ റോക്ക് പേപ്പർ സിസർ കളിച്ച് തോപ്പിച്ചാൽ നമ്മുടെ ചോയ്സിലുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് ഫ്രീ ആയി കിട്ടും. അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് കളിച്ചത് എങ്കിലും ജയിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ക്യാപ്പച്ചീനോ ഫ്രീ ആയി കിട്ടി. അവരുടെ സിഗ്നേച്ചർ ഡിഷായ ബ്ലൂബെറി ചീസ് കേക്ക് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയത്. നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിങ്ങും ആഫ്റ്റർനൂൺ ഡെസേർട്ട് സഫാരിയുമാണ് അന്ന് പ്ലാൻ ചെയ്തത്. ഉച്ചയ്ക്ക് 3 മണിക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ സഫാരി ടീം എത്തും. ലാൻഡ് ക്രൂയിസറിലാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. ഡെസേർട്ട് സഫാരിക്കുള്ള ടിക്കറ്റും ഞങ്ങൾ ഹെഡ് ഔട്ട് എന്ന ആപ്പിലൂടെ തന്നെയാണ് ബുക്ക് ചെയ്തിരുന്നത്. ദുബായിലെത്തിയാൽ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ആക്ടിവിറ്റിയാണിത്. ആ ഡ്രൈവ് ഒരു രസമായിരുന്നു. നല്ലൊരു പാകിസ്ഥാനി ഡ്രൈവറായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഡ്യൂൺ ബാഷിങ്ങിന് ശേഷം ATV റൈഡിങ്ങും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും മാത്രമേ ATV റൈഡിങ് ചെയ്തുള്ളൂ. അവിടെ ഒരു 1 hour ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അവിടെ ക്യാമൽ റൈഡിങ്, മെഹന്തി ഡ്രോയിങ് അങ്ങനെ പല ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. അവിടെ ഒരു ഷോപ്പിൽ നിന്ന് റോൾ ഐസ്ക്രീം വാങ്ങി. ഞങ്ങൾ മലയാളികളാണെന്ന് അറിഞ്ഞപ്പോൾ ആ ചേട്ടൻ കുറെ കൂടുതൽ ചോക്ലേറ്റ് ഇട്ടാണ് റോൾ ഐസ്ക്രീം ഉണ്ടാക്കിയത്. വിന്റർ സീസൺ ആയതുകൊണ്ട് അപ്പോഴേക്കും ചെറിയ തണുപ്പ് തുടങ്ങിയിരുന്നു. അവിടുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവർ നമ്മളെ ഡെസേർട്ടിന്റെ നടുക്ക് ഡിന്നർ കഴിക്കാൻ ഷോസ് നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ഡിന്നറിന്റെ ഇടയിൽ ബെല്ലി ഡാൻസ്, ഫയർ ഷോസ്, അറബിക് ഡാൻസ് ആൻഡ് ലൈറ്റ് ഷോസ് ഒക്കെ ഉണ്ടാകും. നമ്മുടെ ടേബിളിലേക്ക് പ്രൈവറ്റ് സപ്ലയർ വേണമെങ്കിൽ 50 ദിർഹം പെർ ടിക്കറ്റ് കൂടുതൽ കൊടുക്കണം. ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്തത് നല്ലതായി എന്ന് പിന്നീടാണ് മനസ്സിലായത്. പ്രൈവറ്റ് സപ്ലയറിനെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ ക്യൂ നിൽക്കണം ഫുഡിന് വേണ്ടി. സോഫ്റ്റ് ഡ്രിങ്ക്സും ഫ്രൂട്ട്സും ഒഴികെ ബാക്കി ഒന്നിനും ഒരു രുചിയും ഇല്ലായിരുന്നു. ഷോസ് നടക്കുമ്പോൾ തന്നെ സപ്ലയർ നമുക്ക് എല്ലാ ഡിഷും ടേബിളിൽ എത്തിക്കും. ബെല്ലി ഡാൻസും ലൈറ്റ് ഷോയും ഫയർ ഷോയും ഒക്കെ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു.
അങ്ങനെ ആ ഡേ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. 10 PM ആയപ്പോഴേക്കും അവർ ഞങ്ങളെ തിരികെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. ദുബായ് പോലെ തന്നെ UAEയിലെ മറ്റൊരു എമിറേറ്റ്സ് ആയ അബുദാബിയിലേക്കാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ പോയത്. ദുബായിയേക്കാൾ കൂടുതൽ പച്ചപ്പ് നമുക്ക് ഫീൽ ചെയ്തത് അബുദാബിയിലാണ്. ഞങ്ങൾ ഒരു 1 day ട്രിപ്പായിരുന്നു അബുദാബിയിൽ പ്ലാൻ ചെയ്തത്. ബട്ട് അബുദാബി ഒരു 2 days മിനിമം കാണാനുണ്ട് എന്ന് പോയപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾക്കിവിടെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്, ഫെറാറി വേൾഡ്, BAPS മന്ദിർ ഇവ മാത്രമേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയുള്ളൂ. ഡേറ്റ്സ് മാർക്കറ്റും എമിറേറ്റ് പാലസും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. അങ്ങനെ അബുദാബിയിൽ ഞങ്ങളുടെ 5 nights UAE ട്രിപ്പ് അവസാനിക്കുകയാണ്. മറ്റൊരു ഡ്രീം ഡെസ്റ്റിനേഷനുമായി ഇനി നമുക്ക് കാണാം. ബൈ.